ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ആശ്രയ ടി.വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ജീവൻ്റെ വഴി പ്രോഗ്രാമിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയും, ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾക്ക് ഈ സന്ദേശം, ഈ ദൈവവചന ചിന്തകൾ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും, വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുകയും ചെയ്യുന്നു. അല്പസമയത്ത് ദൈവവചന ധ്യാനത്തിന് വേണ്ടി ഒരു ചെറിയ ചിന്ത പങ്കുവെക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായിട്ട് സദൃശവാക്യങ്ങൾ 28-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം വായിക്കുന്നു. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. തിരുവെഴുത്തുകൾ പഠിക്കുമ്പോൾ പഴയ പുതിയ നിയമവിശുദ്ധന്മാർ, അനേക ഭക്തന്മാർ അവരുടെ ജീവിതത്തിൽ ലംഘനം വന്നില്ല എന്നല്ല, അവരുടെ ലംഘനങ്ങളെ അതുപോലെ തിരുവെഴുത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വിശുദ്ധ പുസ്തകമല്ലേ, എന്തിനാണ് അവരുടെ ലംഘനങ്ങളൊക്കെ എങ്ങനെ രേഖപ്പെടുത്തിയതെന്ന് പലരും ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നവർ കണ്ടേക്കാം. 1 കൊരിന്ത്യർ ലേഖനത്തിൽ അതിൻ്റെ 10-ാം അധ്യായം വായിക്കുമ്പോൾ കർത്താവ് അതിനെയൊക്കെ ലക്കമിട്ട് എഴുതുന്നത് ഈ അന്ത്യകാലത്ത് വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ടാണ് എഴുതിയിരിക്കുന്നത്. നമ്മളും ആ പാപങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടാതിരിക്കേണ്ടതിന്. എന്നാൽ തെറ്റ് ചെയ്യാത്ത, പരാജയപ്പെടാത്ത, ജീവിതത്തിൽ തോൽവി സംഭവിക്കാത്ത, ജീവിതത്തിൽ കുറവുകൾ വരാത്ത, ജീവിതത്തിൽ അല്ലെങ്കിൽ വീഴ്ചകൾ സംഭവിക്കാത്ത ആരുമില്ല. ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലയിൽ തെറ്റ് ചെയ്തവരോ വീഴ്ച സംഭവിച്ചവരോ കുറവുള്ളവരാണ്. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമുക്ക് വീഴ്ച വന്നതിൽ നാം വീണ് കിടക്കുകയോ അത് ഇനിയും ആവർത്തിക്കപ്പെടുവാനോ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. പരാജയങ്ങളോ പാപത്തിൻ്റെ സ്വഭാവങ്ങളോ ഒക്കെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കാം. എന്നാൽ കൂടെ കൂടെ ആ തെറ്റുകളെ ആവർത്തിക്കുന്നവരായിട്ടല്ല, നമ്മുടെ വായിച്ച തിരുവെഴുത്ത് പോലെ തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുകയല്ല, മറച്ചു വയ്ക്കുകയല്ല, മൂടി വയ്ക്കുകയല്ല, അതിന് ദൈവത്തിൻ്റെ മുമ്പാകെ സമർപ്പിക്കുന്ന, ഏറ്റുപറയുന്ന ഒരനുഭവം ഉണ്ടാകാൻ. ഏറ്റുപറയുക മാത്രമല്ല, വീണ്ടും ആവർത്തിക്കാതെ വണ്ണം ജീവിതത്തിൽ നിന്നും ആ തെറ്റിനെ, ആ പാപത്തെ, ആ ലംഘനങ്ങളെ ഉപേക്ഷിക്കണമെന്നാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് ശുഭമുണ്ടാകുകയുള്ളൂ, നന്മയുണ്ടാകുകയുള്ളൂ, അനുഗ്രഹമുണ്ടാകുകയുള്ളൂ എന്നാണ് തിരുവെഴുത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ലംഘനങ്ങളെക്കുറിച്ചും തെറ്റുകളെക്കുറിച്ചും അതിൽ നിന്നുള്ള വിമോചനത്തെക്കുറിച്ചുമൊക്കെ നാം ചിന്തിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതുമായിട്ട് അങ്ങനെയുള്ള സ്വഭാവങ്ങളെ എങ്ങനെയാണ് തരണം ചെയ്തതെന്ന് തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വെളിപ്പെടുത്തിയ ഭക്തനായ ഒരു വ്യക്തിയായിരുന്നു ദാവീദ് രാജാവ്. ദാവീദ് രാജാവിൻ്റെ അനവധി സങ്കീർത്തനങ്ങൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പഠിക്കുമ്പോൾ കാണാൻ കഴിയും. 32-ാം സങ്കീർത്തനവും 51-ാം സങ്കീർത്തനവും ഒക്കെ നാം വായിക്കുമ്പോൾ ലംഘനങ്ങളെക്കുറിച്ചും ആ ലംഘനങ്ങളെ, ജീവിതത്തിൽ വന്ന ലംഘനങ്ങളെ എങ്ങനെയാണ് താൻ അഭിമുഖീകരിച്ചത്, അതിൽ നിന്ന് എങ്ങനെയാണ് താൻ മോചനം പ്രാപിച്ചത്, ആ ലംഘനങ്ങളിൽ നിന്ന് താൻ എങ്ങനെയാണ് വിടുതൽ പ്രാപിച്ചത്, വിമുക്തി പ്രാപിച്ചതെന്നൊക്കെ
സങ്കീർത്തനക്കാരൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 32-ാം സങ്കീർത്തനത്തിൽ താൻ പറയുന്നത്, തൻ്റെ ലംഘനങ്ങളെ, തൻ്റെ പാപങ്ങളെ ദൈവത്തോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൻ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ആ ഒരു ചിന്ത തന്നിൽ ഉളവായപ്പോൾ തന്നെ ദൈവം തന്നോട് ക്ഷമിച്ചു എന്നുള്ളൊരു ബോധ്യം താൻ പ്രാപിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 3 ഉപമകളിൽ അവസാനത്തെ ഉപമ കർത്താവ് പറയുമ്പോൾ, പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് തനിക്ക് വരേണ്ടുന്ന അവകാശമൊക്കെ മേടിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി അതെല്ലാം നാനാവിധമാക്കി താൻ ജീവിപ്പാൻ നിർവാഹമില്ലാതെ ആ ദേശത്തെ പൗരന്മാരിൽ ഒരുവനെ ചെന്ന് കണ്ടിട്ട് താനൊരു ജോലിയെ ചോദിച്ചിട്ട് അവന് ലഭിച്ച ജോലി പന്നികളെ നോക്കുന്ന, മേയ്ക്കുന്ന ജോലിയാണ്. തനിക്കവിടെ ശരിയായ ശമ്പളമോ ശരിയായ ആഹാരമോ തനിക്ക് ലഭിക്കാതെ താൻ അവിടെയും വിശന്ന് വലഞ്ഞപ്പോൾ തനിക്കൊരു ആഗ്രഹം, പന്നിക്ക് കൊടുക്കുന്ന ആഹാരമെങ്കിലും തിന്ന് വിശപ്പടക്കണമെന്നൊക്കെ താൻ ആഗ്രഹിച്ചുവെങ്കിലും അവിടെ കിടന്നുകൊണ്ട് താൻ മാനസാന്തരപ്പെട്ട് അല്ലെങ്കിൽ താൻ പിതാവിൻ്റെ ഭവനത്തെ ഓർത്തപ്പോൾ ആ പിതാവിൻ്റെ ഭവനത്തിലുള്ള നന്മകളെ ഓർത്തപ്പോൾ താനൊരു തീരുമാനം തൻ്റെ ഹൃദയത്തിലെടുത്തു. ഞാൻ പിതാവിൻ്റെ അടുക്കൽ ചെന്ന് പറയും, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല, നിൻ്റെ വേലക്കാരൊരുവനായിട്ട് എന്നെ കരുതണമെന്നൊക്കെ ഉള്ള ഒരു തീരുമാനം തൻ്റെ ഹൃദയത്തിലെടുത്തുകൊണ്ട് തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ദൂരവേ അവനെ കണ്ടുകൊണ്ട് ഓടി വന്ന് തൻ്റെ പിതാവ് അവനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് അവൻ തൻ്റെ വസ്ത്രമൊക്കെ മാറ്റി തൻ്റെ ആ മുടിയൊക്കെ വെട്ടി തന്നെ അവൻ സുമുഖവനാക്കി തൻ്റെ ജീവിതത്തിൽ തൻ്റെ തെറ്റിനെ ഏറ്റുപറയുന്നതിന് മുമ്പ് തന്നെ ക്ഷമിച്ച ഒരു പിതാവിനെ നമുക്കവിടെ കാണാൻ കഴിയും. പിതാവിൻ്റെ സ്നേഹത്തെ, സ്വർഗീയ പിതാവിൻ്റെ സ്നേഹത്തെ എത്ര വർണ്ണിച്ചാലും പിതാവിൽ നിന്നുള്ള നന്മകളെയൊക്കെ ചോർത്തിക്കളഞ്ഞ് നന്മയൊക്കെ നശിപ്പിച്ച് ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവനായിട്ട് തിരിച്ചു വന്നെങ്കിലും അവൻ്റെ തെറ്റുകളെ ക്ഷമിച്ച് അവന് ചേർത്തുകൊള്ളുന്നൊരു പിതാവിൻ്റെ സ്നേഹത്തെ കർത്താവ് അവിടെ വരച്ച് കാണിക്കുകയാണ്. എന്നാൽ ദാവീദിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ദാവീദ് 32-ാം സങ്കീർത്തനത്തിൽ താൻ പറയുന്നത് ആ പാപത്തെക്കുറിച്ചുള്ള തൻ്റെ അനുഭവങ്ങളിൽ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യനാണ് ഭാഗ്യവാൻ. ദാവീദ് പ്രസ്താവിക്കുമ്പോൾ താൻ പാപമില്ലാത്ത വ്യക്തിയാണ്, പാപരഹിതമായ ഒരു ജീവിതമാണ് താൻ കഴിച്ചു എന്നുള്ളതല്ല, തൻ്റെ ജീവിതത്തിലും തെറ്റുകളും പാപത്തിൻ്റെ സ്വഭാവങ്ങളൊക്കെ പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രവൃത്തികൾ തൻ്റെ ജീവിതത്തിൽ താൻ അറിഞ്ഞും അറിയാതും ചെയ്തിട്ടുണ്ടെന്നൊക്കെ സമ്മതിക്കുന്ന ഒരു ദാവീദിനെ നമുക്ക് കാണാൻ കഴിയും. തന്നെ എവിടെ നിന്നാണ് ദൈവം വിളിച്ചത്, എവിടെയാണ് തന്നെ ദൈവം ആക്കിയത്, എത്ര ഉയർച്ചയുടെ അനുഭവം തനിക്ക് നൽകിയാലും അവൻ ആട്ടുമേയ്ക്കുന്ന ആട്ടിടയ ബാലനായ തന്നെ ഇസ്രയേലിൻ്റെ സിംഹാസനത്തിൽ ഇരുത്തിയപ്പോൾ ആ ഇസ്രയേലിൻ്റെ സിംഹാസനമാണ് തനിക്ക് ഭാഗ്യകരമായ അനുഭവം എന്നല്ല ദാവീദ് പറയുന്നത്. താൻ പറയുന്നത് ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യനാണ്. അതെത്രയോ ശ്രേഷ്ഠകരമായ അനുഭവമാണ്. ലംഘനം ക്ഷമിക്കുവാൻ, പാപങ്ങളെ പരിഹരിപ്പാൻ ഇന്നും നാം അനവധി മാർഗങ്ങൾ, അനവധി വഴികൾ അന്വേഷിക്കുകയും അതിന് പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ദാവീദ് തൻ്റെ തെറ്റുകളെക്കുറിച്ച്, തൻ്റെ തെറ്റിനെക്കുറിച്ചുള്ള ദാവീദിൻ്റെ മനോഭാവം, അതിനെയൊക്കെ എങ്ങനെയാണ് ദാവീദ് അഭിമുഖീകരിച്ചതെന്നൊക്കെ തിരുവെടുത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 1-2 ചിന്തകൾ വേഗം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. 1 ദിനവൃത്താന്ത പുസ്തകം 21-ാം അധ്യായത്തിലും 2 ശമൂവേലിൻ്റെ പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ
വാക്യങ്ങളിലൊക്കെ നമുക്ക് ദാവീദിനുണ്ടാകുന്ന ഒരു ചിന്ത, ഇസ്രയേലിനെ എണ്ണുവാൻ സാത്താൻ ദാവീദിന് തോന്നിച്ചു എന്നാണ്. ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ 2 സന്ദർഭങ്ങളിലാണ് ഇസ്രായേൽ ജനത്തെ എണ്ണിയതായിട്ട് സംഖ്യാപുസ്തകം പഠിക്കുമ്പോൾ കാണാൻ കഴിയും. എന്നാൽ ഇസ്രായേൽ ജനത്തെ അല്ലെങ്കിൽ യഹൂദ ഗോത്രത്തെ അല്ലെങ്കിൽ ലേവി ഗോത്രത്തെ എണ്ണുവാൻ കർത്താവ് അനുവദിക്കുന്നില്ല. എന്നാൽ ആ ചിന്തകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരിക്കൽ ദാവീദിനൊരു തോന്നലുണ്ടായി, ഇസ്രായേൽ ജനത്തെ എണ്ണി നോക്കാം. എന്നാൽ ആ തോന്നൽ, എല്ലാ തോന്നലും ദൈവികമല്ല. ആ തോന്നലുകളുടെ പരിണിത ഫലം അത് തനിക്ക് പാപഹേതുവായി ഫലിപ്പിക്കുക മാത്രമല്ല, ഇസ്രായേൽ ജനത്തിന് അനർത്ഥം ഉണ്ടാകുമാറ് അത് കാരണമായി തീർന്നു, ദൈവിക ശിക്ഷയ്ക്ക് അത് പാത്രമായി തീർന്നു എന്നൊക്കെയാണ് തിരുവെടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ അതിൻ്റെ പ്രാരംഭവാക്യങ്ങളിൽ യേശുവിനെ കാണിച്ചു കൊടുക്കേണ്ടതിന് യൂദയുടെ ഹൃദയത്തിൽ സാത്താൻ തോന്നിച്ചു എന്നാണ് അവിടെ വായിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തോന്നലുകളൊക്കെ ദൈവികമാണെന്ന് നാം ചിന്തിക്കരുത്. നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന തോന്നലുകൾ ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമാണെങ്കിൽ, നിരക്കാത്തതാണെങ്കിൽ, നാം അതിനെ പ്രാവർത്തികമാക്കാതെ അതിൽ നിന്ന് വിട്ടൊഴിയുവാൻ തിരുവെടുത്ത് നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. ദാവീദിനോടുള്ള ബന്ധത്തിൽ തനിക്കുണ്ടായ തോന്നലുകളുടെ അനുസരണമായി താൻ മുൻപോട്ട് സ്റ്റെപ്പുകളെ വെച്ചപ്പോൾ അതിന് മധ്യത്തിൽ അനേക ഇസ്രായേൽ ജനം പട്ടുപോകത്തക്കവണ്ണമുള്ള ദൈവിക ന്യായവിധികൾ വെളിപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് ദാവീദിനുണ്ടായപ്പോൾ, പ്രവാചകൻ അതിനെ തനിക്ക് വെളിപ്പെടുത്തി നൽകിയപ്പോൾ, താൻ ചെലവ് നടത്തി യാഗം കഴിച്ച് അതിന് പ്രായശ്ചിത്തം കഴിക്കുന്നതായിട്ട് തിരുവെടുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. രണ്ടാമതായി ദാവീദിനുണ്ടായ മറ്റൊരു തെറ്റ്, ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുത്ത 10 കൽപ്പനകളെ 2 കൽപ്പനകളെയൊക്കെ താൻ ക്രമാതീതമായി ലംഘിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. താൻ യുദ്ധങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ രാജാക്കന്മാർ യുദ്ധങ്ങൾക്കായി കടന്നു പോകുമ്പോൾ അരമനയിൽ യുദ്ധത്തിന് പോകാതെ ഉലാത്തുന്ന ദാവീദ് ബേർശബയെ കാണുകയും അവളെ ആഗ്രഹിക്കുകയും കൊട്ടാരത്തിൽ അവളെ വരുത്തി അവളെ ഭാര്യയാക്കുകയും ചെയ്യുന്നൊരു ചരിത്ര പശ്ചാത്തലം തിരുവെടുത്ത് പഠിപ്പിക്കുകയാണ്. അതവന് കൽപ്പന ലംഘനങ്ങളിലേക്ക് തന്നെ നടത്തുകയും ആ ലംഘനത്തെ മറയ്ക്കുവാൻ, ആ പാപത്തെ മറയ്ക്കുവാൻ ബേർശബയുടെ ഭർത്താവിനെ താൻ കൊല്ലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരു പാപത്തെ മറയ്ക്കുവാൻ മറ്റൊരു പാപം, താൻ ആ പാപത്തെ മറ്റൊരു പാപം കൊണ്ട് മറയ്ക്കുന്ന ഒരു ദാവീദിനെ. എന്നാൽ അതും തൻ്റെ ജീവിതത്തിൽ അനർത്ഥത്തിന് അത് കാരണമായി തീർന്നു. ദൈവം പ്രവാചകനെ തൻ്റെ ഭവനത്തിലേക്ക് അയച്ച്, കൊട്ടാരത്തിലേക്ക് അയച്ച് ഒരു ഉപമയിൽ കൂടെ അവനോട് സംസാരിക്കുമ്പോൾ ആ മനുഷ്യൻ മരണയോഗ്യൻ, അവന് 4 ഇരട്ടി പകരം കൊടുക്കണമെന്നൊക്കെ കോപത്തോടെ സംസാരിക്കുമ്പോൾ പ്രവാചകൻ ദാവീദിനെ നോക്കി വിരൽ ചൂണ്ടിൽ പറയുകയാണ്, ആ മനുഷ്യൻ നീ തന്നെയാണ്. ആ ദൈവശബ്ദത്തിന് മുമ്പ് തന്നെ വിധേയപ്പെടുത്തുന്ന, തൻ്റെ പാപത്തെക്കുറിച്ചുള്ള മനോബോധമുണ്ടായിട്ട് താൻ ദൈവത്തിൻ്റെ സന്നദ്ധ നിലമ്പാട് വീണ് പ്രാർത്ഥിക്കുന്ന അനുഭവമാണ് 32-ാം സങ്കീർത്തനവും അല്ല 51-ാം സങ്കീർത്തനമൊക്കെ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ലംഘനം മറയ്ക്കുന്നവന് ശുഭമുണ്ടാകുകയില്ല, എന്നാൽ അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ദാവീദിനുള്ള ബന്ധത്തിൽ ദാവീദ് കരുണയ്ക്കായി
ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 51 സങ്കീർത്തനം നമുക്കതങ്ങനെ ഓരോ വാക്യങ്ങൾ കൂടെ വായിക്കുമ്പോൾ, ദൈവമേ നിൻ്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാക്കണമേ, നിൻ്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ, എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ, ഞാൻ നിന്നോടല്ലോ ഞാൻ പാപം ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പാപത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് മനോബോധമുണ്ടായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടവനായി നിലവിളിക്കുന്ന, കരയുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു ദാവീദിനെ നമുക്ക് കാണാൻ കഴിയും. ആ പാപത്തിൻ്റെ പരിണിത ഫലം എന്താണ് സംഭവിക്കുന്നതെന്ന് തനിക്കറിയാം. അതിൻ്റെ 51 സങ്കീർത്തനം എൻ്റെ 10 വാക്യത്തിൽ, ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നെ പുതുക്കണമേ, നിൻ്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിൻ്റെ പരിശുദ്ധാത്മാവിനെ എങ്കിൽ നിന്ന് എടുക്കരുതേ, നിൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമെന്നൊക്കെ താൻ പ്രാർത്ഥിക്കുകയാണ്. പാപം ചെയ്താൽ രക്ഷയുടെ സന്തോഷം നഷ്ടമാകുമെന്നുള്ളൊരു ബോധ്യം, തനിക്കത് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു തിരിച്ചറിവ് ദാവീദിനുണ്ടായി. താൻ പാപം ചെയ്താൽ തനിക്ക് നിർമ്മലമായ ഹൃദയം നഷ്ടപ്പെട്ടു പോകും. സ്ഥിരമായി തന്നിൽ പകർന്ന ആത്മാവ് തനിക്ക് നഷ്ടമായി പോകും. താൻ ആ ദൈവം തന്നിൽ പകർന്ന ആ ആത്മാവിൻ്റെ അഭിഷേകത്തെ, ആത്മനിറവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് താൻ പ്രാർത്ഥിക്കുകയാണ്, നിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത്. തനിക്ക് മുമ്പ് ഇസ്രായേലിനെ നയിക്കുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായിരുന്ന ശൗൽ രാജാവ് താൻ ദൈവത്തിൻ്റെ കൽപ്പനകളെ ലംഘിക്ക നിമിത്തം, അനുസരിക്കായിക നിമിത്തം അവനിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടപ്പോൾ അവന് സംഭവിച്ചത്, ഒരു ദുരാത്മാവ് അവന് മേൽ ബാധിക്കുകയും പലപ്പോഴും ആ ദുരാത്മാവിനാൽ നിറയപ്പെട്ടവനായി ദാവീദിനെ കൊല്ലുവാൻ കുന്തമെറിയുന്ന അനുഭവങ്ങളൊക്കെ ദാവീദ് കണ്ടിട്ടുണ്ട്. അവൻ്റെ രാജ്യത്ത് നഷ്ടപ്പെടുന്ന, അധികാരം നഷ്ടപ്പെടുന്ന, അവന് പകർന്ന ദൈവാത്മാവ് അഭിഷേകം നഷ്ടപ്പെടുന്ന അനുഭവങ്ങളൊക്കെ ശൗലിനെ കൊണ്ടെത്തിച്ച അനുഭവങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവം ഞാൻ പാപം ചെയ്തിട്ടുണ്ട്, നിന്നോടാണ് ഞാൻ പാപം ചെയ്തത്, ദൈവം ആ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ എന്നുള്ളൊരു നിലവിളി, ഒരു പ്രാർത്ഥന ദാവീദിൽ നിന്ന് ഉയരുകയാണ്. കാരണം ആ പാപജീവിതത്തിൽ നിന്ന് തുടർന്നാൽ, ദൈവം എന്നിൽ പകർന്ന പരിശുദ്ധാത്മാവൻ എടുത്തു കളഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ശേഷം മനുഷ്യനെ പോലെയാകും, തൻ്റെ അതിന് ശേഷമുള്ള ആ ജീവിതം ദുഷ്കരമാണെന്നുള്ള തിരിച്ചറിവ് ദാവീദ് ദൈവത്തിനെ പ്രാർത്ഥിപ്പാൻ തന്നെ സമർപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ദാവീദിൻ്റെ പാപത്തോടുള്ള ബന്ധത്തിൽ, തെറ്റിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു അനുഭവം 2 ശമൂവേൽ പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. കുന്നിന്മേൽ അബിനാദാബിൻ്റെ ഭവനത്തിൽ നിന്ന് പെട്ടകം കൊണ്ടുവരുമ്പോൾ ഫെലിസ്തർ ചെയ്തതുപോലെ, ഫെലിസ്തർ ദൈവത്തിൻ്റെ പെട്ടകം മടക്കി അയച്ചപ്പോൾ ചെയ്തതുപോലെ പ്രമാണം ലഭിച്ച ദാവീദ്, അധികാരമുള്ള ദാവീദ് ആർപ്പോടും നൃത്തത്തോടും കൊഴലിനോടും കിന്നരങ്ങളോടും നൃത്തങ്ങളോടും കൂടിയൊക്കെ ഒരു പുതിയ വണ്ടിയിൽ ദൈവത്തിൻ്റെ പെട്ടകം കൊണ്ടുവരുവാൻ ഉരുമ്പിടുന്നതായിട്ട് കാണാൻ കഴിയും. എന്നാൽ അവരുടെ യാത്ര പൂർത്തീകരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. പെട്ടകം കൊണ്ടുവരുന്ന യാത്രയിൽ ഒരു കളത്തിൽ വെച്ച്, കൃഷിസ്ഥലത്ത് വെച്ച് ആ വണ്ടിയുടെ കെട്ടിയ കാളകൾ വിരളുകയും പെട്ടകം മറിഞ്ഞു പോകാതിരിക്കേണ്ടതിന് ഉസ കൈനീട്ടി പെട്ടകം പിടിക്കുന്ന നിമിത്തം അവിടെ ഛേദം സംഭവിക്കുന്ന, മരണം സംഭവിക്കുന്നതായിട്ട് തിരുവെടുത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ദാവീദ് അവിടെ പ്രസ്താവിക്കുന്ന ഇങ്ങനെയാണ്. 1 ദിനവൃത്താന്ത പുസ്തകം 15-ാം അധ്യായത്തിൽ നമുക്ക് ആ വസ്തുത നമുക്ക് കാണാൻ കഴിയും.
ദാവീദോട് പറയുന്നു, നിയമപ്രകാരമല്ലല്ലോ ഞങ്ങൾ അവനെ അന്വേഷിച്ചത്, അതുകൊണ്ട് ദൈവം ഞങ്ങൾക്ക് ഛേദം വരുത്തി. ദൈവത്തിൻ്റെ ന്യായപ്രമാണ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് വായിച്ചപ്പോൾ ദാവീദിനൊരു കാര്യം തിരിച്ചറിഞ്ഞു. ദൈവത്തിൻ്റെ പെട്ടകം കൊണ്ടുവരേണ്ടത് പുതിയ വണ്ടിയിലല്ല, കാളവണ്ടിയിലല്ല, അഹരോന് കുടുംബത്തിലുള്ള ലേവി ഗോത്രത്തിൽ അഹരോന്യ കുടുംബത്തിലുള്ള പുരോഹിതന്മാർ അവർ ദൈവത്തിൻ്റെ പെട്ടകം തണ്ടിന്മേൽ അവയെ വഹിക്കുന്ന ദൈവത്തിൻ്റെ പെട്ടകത്തെ അവർ ചുമലിന്മേൽ വഹിക്കണം. അവരൊരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരുമ്പോൾ ശുദ്ധീകരിക്കപ്പെട്ട പുരോഹിതന്മാരാൽ അവർ തോളിൽ വഹിക്കേണ്ടതാണ് പെട്ടകമെന്നുള്ള തിരിച്ചറിവ് തിരുവെടുത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞപ്പോൾ നിയമപ്രകാരം ആമെ കൊണ്ടുവരേണ്ടതിൻ്റെ പിൽക്കാലത്ത് ഓബേദ്ഏദോമിൻ്റെ വീട്ടിൽ 3 മാസം ഇരുന്ന ആ പെട്ടകം നിമിത്തം അവർ അനുഗ്രഹിക്കപ്പെട്ടു എന്നുള്ള തിരിച്ചറിവ് കേട്ടപ്പോൾ നിയമപ്രകാരം പുരോഹിതന്മാരെ ശുദ്ധീകരിച്ചവരായി ദാവീദ് പെട്ടകം താൻ അടിച്ച കൂടാരത്തിലേക്ക് കൊണ്ടുവരുവാൻ കടന്നു പോകുന്നതായിട്ട് കാണാൻ കഴിയും. ദൈവത്തിൻ്റെ പെട്ടകത്തെ നിയമപ്രകാരം അന്വേഷിക്കാത്തത് കൊണ്ട് അവർക്ക് ഛേദം, മരണം സംഭവിച്ചു എന്നാണ് തിരുവെടുത്ത് രേഖപ്പെടുത്തുന്നത്. അത് ദാവീദിൻ്റെ ഒരു ബലഹീനതയായി, ദാവീദിൻ്റെ ഒരു തെറ്റായിട്ട് തിരുവെടുത്ത് രേഖപ്പെടുത്തുമ്പോൾ പിന്നീട് ദാവീദ് ആ തെറ്റിനെ തിരുത്തി നിയമപ്രകാരം ദൈവത്തിൻ്റെ പെട്ടകത്തെ കൊണ്ടുവരുവാൻ, തന്നടിച്ച കൂടാരത്തിലേക്ക് കൊണ്ടുവരുവാൻ അവൻ നിയമപ്രകാരം ദൈവത്തെ അന്വേഷിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ദാവീദ് പഞ്ഞിനൂല് അങ്കി ധരിച്ച് നൃത്തം ചെയ്ത് കാകളവും കുഴലും നൃത്തവും സംഗീതവും ഒക്കെ ഉണ്ട്, വലിയ ആരാധനയോടുകൂടിയാണ് കൊണ്ടുവന്നത്. എന്നാൽ നാം ദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെ നാം ക്രമീകരിക്കപ്പെടുമ്പോൾ, ദൈവിക കാര്യങ്ങളൊക്കെ ഇടപെടുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അനുസരണമായി നാം ചെയ്യുന്നില്ലെങ്കിൽ അത് നമുക്ക് നന്മയ്ക്കായിട്ടല്ല തിന്മയ്ക്കായിട്ട് ഭവിക്കുമെന്നുള്ള തിരിച്ചറിവോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ നാം ദൈവിക കാര്യങ്ങൾ ഇടപെടുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന പ്രമാണത്തിനനുസരണം നാം ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹപൂർണ്ണമായി തീരും എന്ന് തിരുവെടുത്ത് നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അളവിൽ നിയമപ്രകാരം ദൈവത്തെ അന്വേഷിപ്പാൻ, വചനപ്രകാരം ദൈവത്തെ അന്വേഷിപ്പാൻ സ്വർഗത്തിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം വായിച്ച വാക്യം ഇങ്ങനെയാണ്: തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ദാവീദ് തൻ്റെ ജീവിതത്തിൽ പെട്ടകം കൊണ്ടുവരുന്നതിനോടുള്ള ബന്ധത്തിൽ ആദ്യം താൻ നിയമപ്രകാരം ദൈവത്തെ അന്വേഷിപ്പാൻ കഴിയാതെ പോയെങ്കിലും തിരുവെഴുത്തുകളെ വായിച്ചപ്പോൾ തനിക്കറിഞ്ഞ ദൈവ സത്യങ്ങൾക്കനുസരണമായി നിയമപ്രകാരം ദൈവത്തെ അന്വേഷിക്കുന്ന ദാവീദ് നമുക്ക് കാണാൻ കഴിയും. നാഥാൻ പ്രവാചകൻ കടന്നു വന്ന് ആ മനുഷ്യൻ നീ തന്നെ എന്ന് അവനുടെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ ആ തെറ്റിനെ മനസ്സിലാക്കി പശ്ചാത്താപ ഹൃദയത്തോടെ ആ ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന ഒരു ദാവീദ് നമുക്ക് കാണാൻ കഴിയും. ഈ കാലഘട്ടത്തിലും കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ പാപത്തെ, നമ്മുടെ ലംഘനങ്ങളെ, നമ്മുടെ കുറവുകളെ നാം മൂടി വയ്ക്കുകയല്ല, നാം മറച്ചു വയ്ക്കുകയല്ല, കാലപ്പഴക്കം കൊണ്ട് മറന്നു പോകുകയല്ല ചെയ്യേണ്ടത്. നാം മറന്നുപോയത് കൊണ്ട് അത് ക്ഷമിക്കപ്പെട്ടു എന്നോ അർത്ഥമില്ല. നാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാത്തത് കൊണ്ട് ദൈവം അത് ക്ഷമിച്ചു എന്ന് കരുതേണ്ടതില്ല. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ ലംഘനങ്ങളെ, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ദൈവത്തിൻ്റെ മുമ്പാകെ ഏറ്റുപറഞ്ഞ് അത് ഉപേക്ഷിക്കണം എന്നാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ മാത്രമേ കർത്താവിന് നമ്മോട് ക്ഷമിക്കുവാൻ, കർത്താവിന് നമ്മുടെ ലംഘനങ്ങളെ കഴുകിക്കളയുവാൻ കഴിയുകയുള്ളൂ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം നാം വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: നിങ്ങളുടെ പാപം എത്ര കടുചുമപ്പായിരുന്നാലും അതിനെ വെളുപ്പിപ്പാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്.
ഒന്ന് യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം 7, 8, 9 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ മതിയായതാണ്. നമ്മുടെ ലംഘനങ്ങളെ കർത്തൃസന്നിധിയിൽ സമർപ്പിക്കപ്പെടുമ്പോൾ, ഏറ്റുപറഞ്ഞുപേക്ഷിക്കുമ്പോൾ യേശുവിൻ്റെ രക്തത്താൽ നമ്മുടെ സകല പാപവും പോക്കി അവൻ നമ്മെ ശുദ്ധീകരിക്കും. കർത്താവിന് ശുദ്ധീകരിക്കുവാൻ കഴിയാത്തൊരു പാപവും നമ്മുടെ ജീവിതത്തിലില്ല, ഒരു ലംഘനവും നമ്മുടെ ജീവിതത്തിലില്ല. അതുകൊണ്ട് പാപഭാരത്തോടെ ആ ലംഘനത്തെക്കുറിച്ചുള്ള മനോവ്യതയോടെ ജീവിപ്പാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ഏതെങ്കിലും പാപത്തെക്കുറിച്ചുള്ള മനോബോധം, ഏതെങ്കിലും ലംഘനങ്ങളെക്കുറിച്ചുള്ള അറിവ് ദൈവത്തിൻ്റെ വചനം വായിക്കയിൽ, ദൈവത്തിൻ്റെ വചനം കേൾക്കയിൽ നമുക്കുണ്ടാകുന്നുവെങ്കിൽ, കർത്താവെ ഇന്ന തെറ്റ്, ഇന്ന പാപം എൻ്റെ ജീവിതത്തിൽ വന്നുപോയി, എന്നോട് ക്ഷമിക്കണമേ, കർത്താവെ നിൻ്റെ രക്തത്താൽ എന്നെ കഴുകണമേ എന്ന് ദൈവസ്ഥാനിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാൽ കർത്താവ് അത് ക്ഷമിച്ചു തരും. അങ്ങനെ ക്ഷമിക്കപ്പെടുക മാത്രമല്ല, കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് വീണ്ടും അത് ആവർത്തിക്കാതെ വണ്ണം അതിനെ ഉപേക്ഷിപ്പാൻ, അതിനെ തിരുത്തിക്കൊണ്ട് ഒരു ക്രിസ്തു ജീവിതം നയിപ്പാൻ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന നിർജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ലംഘനങ്ങളെക്കുറിച്ചുള്ള ബോധം കർത്താവ് നൽകുമ്പോൾ, തെറ്റുകളെക്കുറിച്ചുള്ള അറിവ് നൽകുമ്പോൾ, അതിന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ, കർത്താവിൽ നിന്ന് കരുണ പ്രാപിപ്പാൻ, കരുണ അനുഭവിക്കുന്നവരായി ജീവിപ്പാൻ സഹായിക്കണമേ. ജനത്തിൻ്റെ പാപങ്ങളെ യേശു രക്തത്താൽ ശുദ്ധീകരണം പ്രാപിപ്പാൻ സഹായിക്കണമേ. ശുദ്ധീകരണത്തോടെ ജീവിപ്പാൻ സഹായിക്കണമേ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.